ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ കറവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അവരും റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോഴാണ് അവരെല്ലാവരും എണീറ്റ് നിൽക്കുന്നത്. അപ്പോഴാണ് തീറ്റ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെല്ലറ്റാണ് കൊടുക്കുക, എന്നിട്ടാണ് കായത്തിൽ കൊടുക്കുക. അപ്പോൾ നല്ല മഴയൊക്കെയാണ്, എന്നാലും നമ്മുടെ പണികൾക്കൊരു മുടക്കമില്ലാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ഞാൻ കുഞ്ഞാറ്റയുടെ കറവ് വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് കറവ് കഴിഞ്ഞ് നമ്മൾ കുട്ടിക്ക് കുറച്ച് പാല് വിട്ടു കൊടുക്കുന്ന രീതി ശരിയല്ലെന്ന്. ശരിയായിരിക്കാം, ചിലപ്പോൾ ഓരോരുത്തർ ഓരോ രീതികളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും തൊഴുത്തിലായാലും എല്ലാവർക്കും വ്യത്യസ്തമായ രീതികളാണ്. അപ്പോൾ ഇവിടെ അമ്മ പശു വളർത്തുന്നത് കണ്ടിട്ടും അത് പിന്തുടർന്ന ആളാണ് ഞാൻ. അപ്പോൾ അമ്മ ചെയ്യുന്ന രീതി അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ആ രീതി തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നത്. അതിലിപ്പോൾ അകിട് വീക്കം വരാറുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ 5 പശുക്കൾ പ്രസവിച്ചു. ആർക്കും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അകിട് വീക്കം വരാനായിട്ട് വേറെയും പല കാരണങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ സാധാരണയായിട്ട് വരാറില്ല. അഥവാ വരുന്നുണ്ടെങ്കിൽ പാല് നമ്മൾ കറന്നതിന് ശേഷം കുറച്ച് പാലവിടെ പോയി കിടക്കണേലേക്ക് പെട്ടെന്ന് പശു കിടക്കുകയാണെങ്കിൽ, അപ്പോൾ കറവ് കഴിഞ്ഞ് കാമ്പുകൾ തുറന്നിരിക്കണ സമയത്ത് കിടക്കുമ്പോൾ ഈ നമ്മൾ കറന്നിട്ടുള്ള പാലിൽ നിന്നുള്ള അണുക്കൾ കയറിയിട്ട് പെട്ടെന്ന് അകിട് വീക്കം വരാറുണ്ട്. പിന്നെ അങ്ങനെ അല്ലാതെ ഈ പാല് ഇപ്പോൾ ഒരു പശു പ്രസവിച്ച് ഒരു കുട്ടീനെ നമ്മൾ കറന്ന് കഴിഞ്ഞിട്ട് കുട്ടീനെ കുടിപ്പിക്കാൻ വിടുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര പാല് കുടിക്കാൻ പറ്റും അത്രയും പാല് നമ്മൾ വിട്ടു കൊടുക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് കുടിക്കാറുണ്ട് കുട്ടികൾ. ഇപ്പോൾ കുഞ്ഞാറ്റരെ കുട്ടി ജാനിമോൾക്ക് വയ്യെങ്കിലും പാല് കൂടിയിൽ കുറവൊന്നുമില്ല. അപ്പോൾ 8 ലിറ്ററോളം പാല് ഞാൻ കറന്നെടുത്തിട്ട് ബാക്കി ആ കുട്ടിക്ക് 1 ലിറ്റർ കഷ്ടിയേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. ആ കണക്ക് കൂട്ടലിനനുസരിച്ചാണ് ഞാൻ കുട്ടിക്കായിട്ട് വിട്ടത്. പിന്നെ എൻ്റെ വീഡിയോ എന്നല്ല, ഒരു വീഡിയോയും കണ്ട് നമ്മൾ തുടങ്ങേണ്ട ഒരു ജോലിയല്ല. ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പായാലും ഡയറി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും 1 ദിവസത്തെ 3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒക്കെ ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടും. ഏത് പുതിയ ക്ഷീരകർഷകനായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായാലും നല്ല ട്രെയിനിങ്ങുകൾ, അതിനൂതന സാങ്കേതിക മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടും. അപ്പോൾ ടെക്നിക്കലായിട്ട് നമുക്ക് ആ ട്രെയിനിങ്ങുകൾ നമുക്ക് എല്ലാ കർഷകരും തുടങ്ങാൻ പോകുന്നവരൊക്കെ ആ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. അവർ പറയണ മാർഗനിർദ്ദേശങ്ങളിൽ കൂടെ വേണം ഒരു ഫാം തുടങ്ങാം. പിന്നെ അവർ ടെക്നിക്കലായിട്ട് മാത്രമേ പറഞ്ഞു തരുള്ളൂ. പശു വളർത്തുന്ന ആളൊന്നുമല്ല ട്രെയിനിങ്ങിൽ നമുക്ക് ക്ലാസ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്തുന്ന ഫാമുകളിൽ പോയിട്ട് അവരെന്തൊക്കെ ചെയ്യണം, അവരുടെ രീതികൾ എന്തൊക്കെയാണ് അത് നോക്കണം. പിന്നെ പരാജയപ്പെട്ട ഫാമുകളിൽ എന്തുകൊണ്ട് അവിടെ പശു വളർത്തൽ തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല, ആ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്ത് പുതിയൊരു ഫാം തുടങ്ങാൻ പറ്റും. ഈ വക കാര്യങ്ങളൊക്കെ പുതിയ കർഷകർ ഈ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നവർ ശ്രദ്ധിക്കണം. പിന്നെ വളരെയധികം നിരീക്ഷണം ആവശ്യമാണ്. നിരീക്ഷണവും ശ്രദ്ധയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഒക്കെ വേണം. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തല്ല. കോവിഡ് കാലത്ത് ഇതുപോലെ കുറേ ഫാമുകൾ എന്താണെന്ന് വെച്ചാൽ ക്ഷീരകർഷകർ മാത്രമേ കോവിഡ് കാലത്ത് പിടിച്ചു നിന്നുള്ളൂ. അവർക്ക് മാത്രമാണ് ജോലിയിൽ വലിയ ഇടിവ് വരാതെ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമുകൾ പുതിയതായിട്ട് വന്നു. അതുപോലെ തന്നെ അതൊക്കെ പൂട്ടി പോവുകയും ചെയ്തു. ഞാൻ പശു വളർത്തൽ തുടങ്ങിയ കാലത്ത് ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല. കാരണം ഞാനിത് പശു വളർത്തൽ എൻ്റെ ജീവിതമാർഗമാക്കി മാറ്റാം എന്ന് കരുതിയിട്ട് ഈ രംഗത്ത് എത്തിപ്പെട്ടതല്ല. അമ്മ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഇവിടെ പശുക്കളെ വളർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ അന്നൊന്നും അതിനൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. വീട്ടിലെ പണികളും കുട്ടികളെ വളർത്തലും ഒക്കെ ആയിട്ട് അതിനോടൊന്നും ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് അനിയൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നപ്പോൾ അമ്മയുടെ ഒരു പശുവിനെ, ബാക്കിയുള്ള പശുക്കളൊക്കെ കൊടുത്ത് അമ്മ ഒരു പശു ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ നീ നോക്കിക്കോ. അപ്പോൾ എൻ്റെ വീട്ടിലും കല്യാണത്തിന് മുമ്പ് പശുക്കളുണ്ടായിരുന്നതുകൊണ്ട് പശുക്കളെ കുറിച്ച് അറിയാം. മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നല്ലാതെ അവരെ കറക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുൻപ്. അപ്പോൾ ഈ പശുവിനെ തന്നപ്പോൾ കറക്കാനും അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ അന്ന് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോണ സമയമാണ്. അപ്പോൾ പോകും മുമ്പേ പശുവിനെ കറന്നൊക്കെ തന്നിട്ടാണ് ജോലിക്ക് പോവുക. പിന്നീട് ഞാൻ പശുവിനെ കുളിപ്പിച്ച് പാടത്ത് കൊണ്ടുകെട്ടുന്ന കാലമാണെന്ന്. അപ്പോൾ ഒരു പശുവല്ലേ ഉള്ളൂ, പണികളൊക്കെ കഴിഞ്ഞ് പാടത്ത് കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം പശു മൂത്രമൊഴിക്കണമെന്ന് നോക്കുമ്പോഴാണ്
അതിൽ ബ്ലഡിൻ്റെ കളർ തോന്നിയിട്ട് ഞാൻ ഡോക്ടറെ അന്നാണെങ്കിൽ നമുക്ക് പശു വളർത്തുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറെ ഒന്നും പരിചയമില്ല. നേരിട്ട് പോയി വിളിച്ചു പറയാനാണെങ്കിൽ മൊബൈൽ ഫോൺ വരില്ല അന്ന്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി ഡോക്ടറെ കണ്ടു പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. പക്ഷേ സമയം വൈകിയിട്ടുണ്ടായിരുന്നു. ഒരു അസുഖം തുടങ്ങിയിട്ട് ഈ ബ്ലഡിൽ കയറണം പാടത്തുനിന്ന് വന്നതാണെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം പശു ചത്തുപോവാണ് ഉണ്ടായത്. അപ്പോൾ 6 മാസം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പശുവില്ല. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. പക്ഷേ ആ പശുവിൻ്റെ മൂത്ത കുട്ടീനെ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തിരുന്നു. ആ പശുക്കുട്ടീനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്നാണ് പശു വളർത്തൽ നമ്മുടെ ജോലിയാക്കി എടുക്കാം. കാരണം വേറെ ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ പോയി നിന്നാലും എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാലും നമുക്ക് എത്ര സമയം വൈകിട്ടൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുക. പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ പണിയുണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതെല്ലാം മൃഗങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ പശുവിനെ നോക്കിയപ്പോൾ പശുക്കളെ നോക്കാൻ പറ്റും, എനിക്കത് ആ ജോലി ചെയ്യാൻ പറ്റും, ആ ജോലി തുടരാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അവിടുന്ന് ആ പശുക്കുട്ടിക്ക് കൂട്ടായിട്ട് വേറെയും പശുക്കുട്ടികളെ മേടിച്ചു. അങ്ങനെ ഒരു 3 പശു വരെ ഞാൻ തനിയെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അന്നൊന്നും ചേട്ടൻ അപ്പോഴും വർക്ക്ഷോപ്പിൽ പോവുകയാണ്. ചേട്ടൻ ഈ ജോലിക്ക് ഇറങ്ങിയിട്ടില്ലേ, കൂടുതലായിട്ട് കാലത്ത് കറക്കുന്നല്ലാതെ. അങ്ങനെ നമ്മൾ അമ്മ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിലും 35 കൊല്ലത്തോളം അമ്മ പശുവിനെ വളർത്തിയാലും സംഘത്തിൽ പാലളക്കാറില്ല. വീടുകളിലും ഹോട്ടലുകളിലൊക്കെയാണ് പാല് കൊടുക്കാറ്. അപ്പോൾ ഞാൻ പിന്നീട് പാലൊക്കെ അധികമായപ്പോൾ നമ്മൾ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ സംഘത്തിൽ പാലിളക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്ലോക്കിൽ നിന്നുള്ള സഹായങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണത്. അപ്പോൾ ഒരു ചെറിയ തൊഴുത്തായിരുന്നു. അപ്പോൾ തൊഴുത്തൊന്ന് മാറ്റണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞപ്പോൾ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സബ്സിഡി അനുവദിച്ചു. അങ്ങനെ 1 ലക്ഷത്തിൻ്റെ തൊഴുത്തിന് നമുക്ക് 50,000 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ 5 പശുവിൻ്റെ തൊഴുത്ത് പണിതപ്പോൾ ഓരോരുത്തരായിട്ട് കൂട്ടി വന്ന് അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ തൊഴുത്തിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ നല്ല ശ്രദ്ധയില്ലെങ്കിൽ നമുക്ക് ഈ ജോലി ചെയ്യാനേ പറ്റില്ല. കാരണം അവർ മിണ്ടാപ്രാണികളാണ്. അവരുടെ വിഷമങ്ങളോ ഒന്നും നമ്മളോട് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ച് അവരെ നോക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് അവരുടെ അസുഖങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മതി കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൈകിട്ടത്തെ പണികളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞു, കായത്തൊലി കൊടുത്തു, ഇനി എല്ലാവർക്കും വെള്ളം കൊടുക്കുക. പിന്നെ മുകളിലത്തെ തൊഴുത്തിൽ അവർക്ക് കുടിക്കാനായിട്ട് എപ്പോഴും വെള്ളമുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട കുഞ്ഞാറ്റയ്ക്കും ഈ കുട്ടികൾക്കും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഇനി അവരുടെ ലാസ്റ്റ് വൈക്കോൽ കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് എത്ര കായത്തിൽ കൊടുത്താലും ബെല്ലറ്റ് കൊടുത്താലും ഒന്നും കാര്യമില്ല. അവസാനം ആ വൈക്കോൽ കൂടി ഇട്ട് കൊടുത്താലാണ് അവരുടെ വൈകുന്നേരത്തെ തീറ്റ പൂർണ്ണമാവുള്ളൂ. അത് കൊടുക്കാതെ ഞാൻ അകത്തേക്ക് കയറി അപ്പോൾ കരഞ്ഞു തുടങ്ങും. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനമായി. അപ്പോൾ ഈ കുട്ടികൾ കൂടി മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അവരഴിച്ച് കെട്ടാനൊന്നും വേറെ സ്ഥലമില്ല. ഇനിയിപ്പോൾ കണ്ണനും സുന്ദരനൊക്കെ കൊടുത്താൽ കുറച്ചെങ്കിലും സ്ഥലമായി നമുക്ക്. അപ്പോൾ ഈ 2 പശുക്കുട്ടികളെ വളർത്തി കൊണ്ടുവരണമെന്നുണ്ട്. നല്ല പശുക്കുട്ടികളാണ്. അപ്പോൾ 6 മാസം കൊണ്ട് തന്നെ അവർ നല്ലപോലെ വളർന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റയുടെ ജാനിമോള് മാത്രമാണ് കാലിന് വയ്യാണ്ടായത്. ഒരു വിഷമായി, അത് ശരിയാവണേ ഇല്ല. നടക്കുമ്പോഴൊക്കെ നല്ല മുടന്തുണ്ട്. ശരിയാവും എന്നാണ് എല്ലാവരും പറയുന്നത്. കുഞ്ഞാറ്റേനെയും ഒക്കെ മുകളിലേക്ക് അഴിച്ച് കെട്ടണം, ചക്കരേനെയും കിങ്ങിണിമോളെയും താഴെ അഴിച്ച് കെട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം അതിനൊന്നിനും പറ്റണില്ല. കുറച്ച് വെയിൽ കണ്ടാലല്ലേ എല്ലാതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചാണകം വാരൽ വൈകിട്ടത്തെ പണികളാണ് ഇതൊക്കെ. ചാണകം വാരി ഞാൻ ബക്കറ്റിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അതൊക്കെ എടുത്ത് ചാക്കിൽ നിറച്ച് കെട്ടി വയ്ക്കും. അപ്പോൾ ചാണകം കൊണ്ടുപോയി എപ്പോഴും വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് വൈകി മഴ കാരണം അവർക്കും വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ അധികമായി കഴിഞ്ഞാൽ ഇവിടെ അട്ടിയിട്ട് വെക്കാനായിട്ട് സ്ഥലമില്ല.
അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ അതേ കുഞ്ഞോളെയൊക്കെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ഞാൻ കയറിയതാണ്. അവർക്ക് ഇഷ്ടമാണ്, അവരൊന്ന് തൊട്ട് തലോടി ഒന്ന് മാന്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നേരക്കുറവ് കൊണ്ട് അതിനൊന്നും സമയം കിട്ടാറില്ല. കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ ഒന്ന് മാന്തി ചെറിഞ്ഞൊക്കെ കൊടുക്കണത്. അപ്പോൾ നമ്മൾ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് കൊടുക്കും. പുകയ്ക്കാറാണ് പതിവ്, പുകച്ചിട്ടൊന്നും കൊതുക് പോണില്ല. അപ്പോൾ നൈറ്റ് സ്ലീപ്പിൻ്റെ കൊതുക് തിരി മേടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കിടന്നുറങ്ങണ വരെ ഇടയിൽ കഴിയുന്നതിന് കത്തിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു സമാധാനം. ആ കൊതുക് തിരി കൊണ്ടുവന്ന് കത്തിക്കുമ്പോഴേക്കും കണ്ണാപ്പിക്ക് അറിയാം, അവൻ അപ്പോഴേക്കും കെടുക്കും, അവനറിയാൻ ഇനി കൊതുക് കടിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതേ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് കൊടുത്തപ്പോൾ എല്ലാവരും തിന്നലൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്, എല്ലാവരും കിടന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.